നമുക്ക് അടുത്ത ഇൻട്രാക്ഷനായ കോമ്പറ്റീഷൻ എന്താണെന്ന് നോക്കാം. ആൻ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ ഓർഗാനിസംസ് ഫോർ ഒബ്റ്റെയിനിങ് ദ സെയിം റിസോഴ്സസ് ഈസ് കോൾഡ് കോമ്പറ്റീഷൻ. എന്താണ് കോമ്പറ്റീഷൻ എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ ഉള്ള സ്പീഷീസുകൾ തമ്മിൽ സെയിം റിസോഴ്സസിന് വേണ്ടി ഒരേ റിസോഴ്സസ് ഫുഡും സ്പേസിനും വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നു, മത്സരിക്കുന്നു. ഈ മത്സരിക്കുന്ന ഫുഡിനും സ്പേസിനും വേണ്ടി മത്സരിക്കുന്ന രണ്ട് സ്പീഷീസുകൾക്കും ദോഷമുണ്ടാകുന്ന ഒരു ഇൻട്രാക്ഷനാണ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷന് ഒരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ഇൻ സം ഷാലോ സൗത്ത് അമേരിക്കൻ ലേക്സ് വിസിറ്റിംഗ് ഫ്ലെമിംഗോസ് ആൻഡ് റെസിഡൻറ്റ് ഫിഷസ് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ഫോർ ദെയർ കോമൺ ഫുഡ് ദ സൂപ്ലാങ്ക്ടൺ. സൗത്ത് അമേരിക്കയിലെ ലേക്ക് എന്ന് വെച്ചാൽ തടാകങ്ങളിൽ വസിക്കുന്ന മീനുകളും അതുപോലെ ഫ്ലെമിംഗോസ് അവിടെ വിസിറ്റ് ചെയ്യുന്ന ഫ്ലെമിംഗോസുകളും തമ്മിൽ സെയിം റിസോഴ്സസ് ആയ അവരുടെ കോമൺ ഫുഡായ സൂപ്ലാങ്ക്ടന് വേണ്ടിയിട്ട് മത്സരിക്കുന്നു. ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള കോമ്പറ്റീഷൻ നോക്കാം. ഫസ്റ്റ് വൺ ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ, സെക്കൻഡ് വൺ ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ. എന്താണ് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ? ഇറ്റ് ഈസ് ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഹാബിറ്റാറ്റ്. വ്യത്യസ്ത സ്പീഷീസുകളിൽപ്പെട്ട ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. ഒരു ഗ്രാസ് ലാൻഡിൽ ജീവിക്കുന്ന രണ്ട് ജീവികൾ, ഒരു ജീവി റാബിറ്റ്, അടുത്തത് ഡിയർ. അങ്ങനെ ഇവയുടെ ഫുഡ് നമുക്കറിയാം, ഗ്രാസ് ലാൻഡ് ആകുമ്പോൾ അവയുടെ ഫുഡ് ഏതായിരിക്കും? ഗ്രാസ് ആയിരിക്കും. അപ്പോൾ വ്യത്യസ്ത സ്പീഷീസുകളായ റാബിറ്റുകളും ഡിയറുകളും അവരുടെ ഫുഡായ ഗ്രാസിന് വേണ്ടി മത്സരിക്കുന്നു. ഇങ്ങനെയുള്ള കോമ്പറ്റീഷനാണ് ഇൻ്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിലുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള കോമ്പറ്റീഷനെയാണ് എന്ത് പറയുന്നത്? ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ എന്താണെന്ന് നോക്കാം. ഇൻ ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ ദ ഫീഡിംഗ് എഫിഷ്യൻസി ഓഫ് എ സ്പീഷീസ് ഈസ് റെഡ്യൂസ്ഡ് ഡ്യൂ ടു ഇൻ്റർഫിയറിംഗ് ഓർ ഇൻഹിബിറ്ററി പ്രസൻസ് ഓഫ് അനദർ സ്പീഷീസ് ഈവൺ ഇഫ് റിസോഴ്സസ് ആർ അബണ്ടൻറ്റ്. റിസോഴ്സസ് ആയ ഫുഡും സ്പേസും ധാരാളം ഉണ്ടെങ്കിലും ഒരു സ്പീഷീസിൻ്റെ ഫീഡിംഗ് എഫിഷ്യൻസി കുറയുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഒരു സ്പീഷീസിൻ്റെ മാത്രം ഫീഡിംഗ് എഫിഷ്യൻസി എങ്ങനെയാണ് കുറയുന്നത്? അവിടെയുള്ള മറ്റൊരു സ്പീഷീസിൻ്റെ ഇടപെടലുകൾ മൂലമാണ് ഫീഡിംഗ് എഫിഷ്യൻസി കുറയുന്നത്. അങ്ങനെ ഒരു സ്പീഷീസിൻ്റെ ഫീഡിംഗ് എഫിഷ്യൻസി മറ്റൊരു സ്പീഷീസ് കാരണം കുറയുന്ന കോമ്പറ്റീഷനെയാണ് എന്ത് പറയുന്നത്? ഇൻ്റർഫറൻസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, കോമ്പറ്റേറ്റീവ് റിലീസ്. A species may have a restricted distribution due to the presence of a competitively superior species. ഒരു പ്രദേശത്തെ സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസിനെ ആ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്തപ്പോൾ അല്ലെങ്കിൽ റിമൂവ് ചെയ്തപ്പോൾ മറ്റുള്ള സ്പീഷീസുകളുടെ എണ്ണം കൂടുതലാകുന്നതായി കാണപ്പെട്ടു. അങ്ങനെ ഉള്ള പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കോമ്പറ്റേറ്റീവ് റിലീസ് എന്ന് പറയുന്നത്. സ്കോട്ട്ലൻഡിലെ റോക്കി സീ കോസ്റ്റിൽ ബലാനസ് എന്ന സ്പീഷീസ് ആയിരുന്നു സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസ്. ഈ സുപ്പീരിയർ ആയിട്ടുള്ള ബലാനസ് അവിടെ ഉള്ളതുകൊണ്ട് സ്മോളർ ബർണാക്കിൾ, അവിടെയുള്ള ഒരു സ്പീഷീസായ സ്മോളർ ബർണാക്കിൾ അവിടെ നിന്നും ഇല്ലാതായിരുന്നു. പിന്നീട് ഈ സുപ്പീരിയർ ആയിട്ടുള്ള ബലാനസ് എന്ന ഈ സ്പീഷീസിനെ ഈ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്തപ്പോൾ സ്മോളർ ബർണാക്കിളിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതായി കാണപ്പെട്ടു. അപ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള ബലാനസിനെ ആ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്തപ്പോൾ ഇൻഫീരിയർ ആയിട്ടുള്ള സ്മോളർ ബർണാക്കിളിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട്, അവയോട് മത്സരിക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ ആ പ്രദേശത്ത് അവയുടെ എണ്ണം കൂടുതലായി കാണപ്പെട്ടു. ദെൻ കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ. ദ കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ സ്പീഷീസ് വിൽ ഇവഞ്ച്വലി എലിമിനേറ്റ് ദ അതർ സ്പീഷീസ് വെൻ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ എന്ന് വെച്ചാൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് എങ്കിൽ കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം ഇൻഫീരിയർ ആയിട്ടുള്ള മറ്റുള്ള സ്പീഷീസുകളെ ആ പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യാറുണ്ട്. അങ്ങനെ ഇൻഫീരിയർ ആയിട്ടുള്ള സ്പീഷീസുകളെ ഒരു പ്രദേശത്ത് നിന്നും നീക്കം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ അബിങ്ടൺ ടോർട്ടോയ്സ് ബിക്കം എക്സ്റ്റിങ്ക്റ്റ് ഓൺ ഗാലപ്പഗോസ് ഐലൻഡ്സ് വിത്തിൻ എ ഡിക്കേഡ് ബൈ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ഗോട്ട്സ്. Apparently, goats were better browsers than the tortoise. ഗാലപ്പഗോസ് ഐലൻഡുകളിൽ ഗോട്ട്സ് ആയിരുന്നു സുപ്പീരിയർ ബ്രൗസേഴ്സ്. ഇവരുടെ സുപ്പീരിയോറിറ്റി കാരണം അബിങ്ടൺ ടോർട്ടോയ്സ് ഇവിടെ നിന്ന് ഇല്ലാണ്ടായി. എന്തുകൊണ്ടായിരിക്കും ടോർട്ടോയ്സ് അവിടെ നിന്നില്ലാതായത്? കാരണം എന്തായിരിക്കും? ടോർട്ടോയ്സുകളേക്കാൾ ബ്രൗസിംഗ് കപ്പാസിറ്റി ഗോട്ടുകൾക്കായിരുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, വേഴ്സസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക.
Two closely related species competing for the same resources cannot coexist indefinitely, and the competitively inferior one will be eliminated eventually. ക്ലോസ്ലി റിലേറ്റഡ് ആയ രണ്ട് സ്പീഷീസുകൾ തമ്മിൽ ഒരേ റിസോഴ്സസിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നു. അങ്ങനെ മത്സരിക്കുമ്പോൾ രണ്ട് സ്പീഷീസുകൾക്കും കുറേ കാലം ഒരു ഹാബിറ്റാറ്റിൽ ഒരേ സമയം നിലനിൽക്കാൻ കഴിയില്ല. ഇങ്ങനെ രണ്ട് സ്പീഷീസുകൾ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസുകൾ അവിടെ നിലനിൽക്കുകയും ഇൻഫീരിയർ ആയിട്ടുള്ള സ്പീഷീസുകൾ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഒരു കോമ്പറ്റീഷൻ നടക്കുമ്പോൾ സുപ്പീരിയർ ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറഞ്ഞാൽ കഴിവ് കൂടിയ സ്പീഷീസ് ആയിരിക്കും നിലനിൽക്കുന്നത്. അതുപോലെ ഇൻഫീരിയർ ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും എന്ന് വെച്ചാൽ കഴിവ് കുറഞ്ഞ സ്പീഷീസ് ആയിരിക്കും അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നത്. നമുക്കിനി റിസോഴ്സ് പാർട്ടീഷനിങ് എന്താണെന്ന് നോക്കാം. If two species compete for the same resource, they could avoid competition by choosing different times for feeding or different patterns for foraging. രണ്ട് സ്പീഷീസുകൾക്ക് ഒരേ റിസോഴ്സസ് ആണ് എന്ന് സങ്കല്പിക്കുക. എന്ന് വെച്ചാൽ ഫുഡും സ്പേസും സെയിം ആണ് എന്ന് സങ്കല്പിക്കുക. ഈ രണ്ട് സ്പീഷീസുകളും വ്യത്യസ്ത സമയങ്ങളിൽ ഇര തേടുക. അങ്ങനെ അവ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഒഴിവാക്കാം. മാക്കാർത്തർ എന്ന സയൻറ്റിസ്റ്റിൻ്റെ കണ്ടെത്തലുകൾ നോക്കാം. MacArthur showed that 5 closely related species of warblers living on the same tree were able to avoid competition and coexist due to behavioral difference in their foraging activities. വ്യത്യസ്ത സമയങ്ങളിൽ ഇര തേടുന്ന രീതി വഴി 5 ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വാർബ്ലേഴ്സ് എന്ന് വെച്ചാൽ ഒരു തരം പക്ഷികളാണ്. ഈ പക്ഷികൾ 5 തരം പക്ഷികൾ എന്ന് വെച്ചാൽ അവ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പക്ഷികളാണ്. അവയ്ക്ക് സെയിം റിസോഴ്സസ് ആണ്, സെയിം ഫുഡും സ്പേസുമാണ് അവയൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള ഈ 5 തരം പക്ഷികൾ ഒരു ട്രീയിൽ കോമ്പറ്റീഷൻ ഒഴിവാക്കി ജീവിക്കുന്നു എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇനി അടുത്ത ഇൻട്രാക്ഷൻ പാരസിറ്റിസം എന്താണെന്ന് നോക്കാം. A negative interaction between two different species in which one organism derives food from the other. എന്താണ് പാരസിറ്റിസം എന്ന് വെച്ചാൽ? പാരസൈറ്റും ഹോസ്റ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് പാരസിറ്റിസം. ഹോസ്റ്റിൽ നിന്നും പാരസൈറ്റ് ഫുഡ് എടുക്കുന്നു. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അഡാപ്റ്റേഷൻസ് ഓഫ് പാരസൈറ്റ്സ്. നമുക്കറിയാം, പാരസൈറ്റ് ജീവിക്കുന്നത് ഹോസ്റ്റിൻ്റെ ബോഡിയിലാണ്. ഈ ഹോസ്റ്റിൻ്റെ ബോഡിയിൽ അല്ലെങ്കിൽ അവയുടെ ശരീരത്തിൽ ജീവിക്കാനുള്ള ചില അഡാപ്റ്റേഷൻസ് പാരസൈറ്റുകൾക്കുണ്ട്. എന്തൊക്കെയാണ് ഈ അഡാപ്റ്റേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അഡാപ്റ്റേഷൻ, ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻസ്. പാരസൈറ്റുകൾക്ക് സാധാരണയായിട്ട് സെൻസ് ഓർഗൻസ് ഇല്ല. ദെൻ സെക്കൻഡ് പോയിന്റ്, പ്രസൻസ് ഓഫ് അഡ്ഹസീവ് ഓർഗൻസ് ഓർ സക്കേഴ്സ് ടു ക്ലിങ് ഓൺ ടു ദ ഹോസ്റ്റ്. ഇവയ്ക്ക് ഹോസ്റ്റിൽ പറ്റിപ്പിടിച്ച് ജീവിക്കാൻ വേണ്ടി സക്കേഴ്സ് ഉണ്ട്. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഹോസ്റ്റിൽ നിന്നും ഡൈജസ്റ്റഡ് ആയ ഫുഡാണ് ഇവ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇവയ്ക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഈ പാരസൈറ്റുകൾക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കൂടുതലാണ്. നെക്സ്റ്റ് അഡാപ്റ്റേഷൻ, പാരസൈറ്റ്സ് ആർ ഹോസ്റ്റ് സ്പെസിഫിക്. ഈ പാരസൈറ്റുകൾ സാധാരണയായിട്ട് ഹോസ്റ്റ് സ്പെസിഫിക് ആണ്. ഈ പാരസൈറ്റുകളുടെ ലൈഫ് സൈക്കിൾ കോംപ്ലക്സ് ആണ്. ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ലിവർ ഫ്ലൂക്കിന് അവയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ് വേണം. ഏതൊക്കെയാണ് 2 ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റ്? സ്നെയിലും ഫിഷും. അതുപോലെ മലേറിയൽ പാരസൈറ്റ്സ്, നിങ്ങൾ മലേറിയൽ പാരസൈറ്റ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചാണ്. അവയുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ മൊസ്കിറ്റോ എന്നൊരു വെക്ടർ ആവശ്യമാണ്. ഈ പാരസൈറ്റുകൾ ഹോസ്റ്റിനെ ദോഷകരമായി ബാധിക്കുന്നു എന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ഹോസ്റ്റിന് ഉണ്ടാകാവുന്ന ദോഷങ്ങൾ? ഈ പാരസൈറ്റുകൾ ഹോസ്റ്റിൻ്റെ സർവൈവൽ, അതുപോലെ വളർച്ച, റീപ്രൊഡക്ഷൻ ഇവയെല്ലാം ബാധിക്കുന്നുണ്ട്. ദെൻ പാരസൈറ്റ് റെഡ്യൂസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ദ ഹോസ്റ്റ്. അതുകൂടാതെ ഹോസ്റ്റിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കാനും ഈ പാരസൈറ്റുകൾക്ക് കഴിയും. ടൈപ്സ് ഓഫ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്, എക്ടോപാരസൈറ്റ്സ് ആൻഡ് എൻഡോപാരസൈറ്റ്സ്. ഈ പാരസൈറ്റുകൾ 2 തരത്തിലുണ്ട്, എക്ടോപാരസൈറ്റുകളും അതുപോലെ എൻഡോപാരസൈറ്റുകളും. എന്താണ് എക്ടോപാരസൈറ്റ് എന്ന് പറഞ്ഞാൽ? ഇഫ് ദ പാരസൈറ്റ് ലീവ്സ് ഓൺ ദ എക്സ്റ്റേണൽ സർഫസ് ഓഫ് ദ ഹോസ്റ്റ് ഓർഗാനിസം, ഇറ്റ് ഈസ് സെഡ് ടു ബി ആൻ എക്ടോപാരസൈറ്റ്. ഹോസ്റ്റിൻ്റെ ബോഡിയുടെ പുറത്ത് ജീവിക്കുന്ന പാരസൈറ്റുകളെയാണ് എക്ടോപാരസൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ലൈസ് ഓൺ ഹ്യൂമൻസ്, ഹ്യൂമൻ ബീയിങ്സിൻ്റെ തലയിൽ വളരുന്ന പേൻ. പിന്നെ ടിക്സ് ഓൺ ഡോഗ്സ്, ഡോഗ്സിൻ്റെ ശരീരത്തിലുള്ള ടിക്സ് എന്ന് പറഞ്ഞാൽ ചെള്ളുകൾ. പ്ലാന്റ്സിലെ ഒരു എക്ടോപാരസൈറ്റാണ് കസ്ക്യൂട്ട എന്ന് പറഞ്ഞാൽ മൂടില്ലാത്താളി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ചെറിയ കുറ്റിച്ചെടികളിൽ, വേലിയിലൊക്കെ കാണുന്ന കുറ്റിച്ചെടികളിൽ മഞ്ഞ വള്ളി പോലെ പടർന്നു കിടക്കുന്ന ഒരു പ്ലാന്റാണ് കസ്ക്യൂട്ട. ദെൻ എൻഡോപാരസൈറ്റ്സ്. പാരസൈറ്റ്സ് ലീവ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ഹോസ്റ്റ്.
ഹോസ്റ്റിൻ്റെ ബോഡിയുടെ അകത്ത് ജീവിക്കുന്ന പാരസൈറ്റുകളാണ് എൻഡോപാരസൈറ്റ്സ്. നിങ്ങൾ എൻഡോപാരസൈറ്റ്സിന് ഒരുപാട് എക്സാമ്പിൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, സുവോളജിയിൽ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ബ്രൂഡ് പാരസൈറ്റിസം. ബ്രൂഡ് പാരസൈറ്റ്സ് ലേ ദെയർ എഗ്സ് ഇൻ ദ നെസ്റ്റ് ഓഫ് അതർ ബേഡ്സ് ഫോർ ഇൻക്യുബേഷൻ, ഹാച്ചിങ് ആൻഡ് റെയറിംഗ് ഓഫ് യങ് വൺസ്. കുയിൽ എവിടെയാണ് മുട്ടയിടുന്നത്? കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ടയിടുന്നത്. അതുപോലെ തന്നെ ബ്രൂഡ് പാരസൈറ്റ്സ് മറ്റുള്ള പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുകയും മറ്റുള്ള പക്ഷികൾ അതറിയാതെ അവയെ വിരിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുന്നു. ബേഡ്സിലാണ് സാധാരണയായിട്ട് ഈ ബ്രൂഡ് പാരസൈറ്റിസം കാണുന്നത്. നെക്സ്റ്റ് ഇൻട്രാക്ഷൻ കമൻസാലിസം. ദിസ് ഈസ് ദ ഇൻട്രാക്ഷൻ ഇൻ വിച്ച് വൺ സ്പീഷീസ് ബെനിഫിറ്റ്സ് ആൻഡ് അതർ ഈസ് നെയ്തർ ഹാംഡ് നോർ ബെനിഫിറ്റഡ്. ഒരു സ്പീഷീസിന് ഉപകാരപ്രദമായ ഒരു റിലേഷനും എന്നാൽ മറ്റേ ജീവിക്ക് ഗുണമോ ദോഷമോ ഇല്ലാത്ത റിലേഷനെയാണ് കമൻസാലിസം എന്ന് പറയുന്നത്. കമൻസാലിസത്തിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾ പഠിക്കാനുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, എപ്പിഫൈറ്റ്സ്. എന്താണ് എപ്പിഫൈറ്റ്സ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ഗ്രോയിങ് ഓൺ അതർ പ്ലാന്റ്സ് ജസ്റ്റ് ഫോർ അക്കോമഡേഷൻ ആർ കോൾഡ് എപ്പിഫൈറ്റ്സ്. ചില ഓർക്കിഡുകൾ, അതുപോലെ തന്നെ വാൻഡ എന്ന് പറഞ്ഞാൽ മരവാഴ, ഇവയൊക്കെ മറ്റുള്ള മരങ്ങളിലാണ് ജീവിക്കുന്നത്. നമുക്ക് കമൻസാലിസത്തിൽ പഠിക്കാനുള്ള ഒരു എക്സാമ്പിളാണ് ഓർക്കിഡ് ഗ്രോയിങ് ആസ് ആൻ എപ്പിഫൈറ്റ് ഓൺ മാംഗോ ബ്രാഞ്ച്. മാംഗോ ട്രീയിൽ വളരുന്ന ഓർക്കിഡ്. ഈ ഓർക്കിഡിന് വളരാനുള്ള സ്പേസ് മാത്രമാണ് മാംഗോ ട്രീ. എന്നാൽ ഈ ഓർക്കിഡിനെ കൊണ്ട് മാംഗോ ട്രീക്ക് ഗുണവുമില്ല ദോഷവുമില്ല. ദെൻ ബർണാക്കിൾസും വെയിൽസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നോക്കാം. ആർത്രോപോഡ വിഭാഗത്തിൽ വരുന്നവയാണ് ബർണാക്കിൾസ്. ഈ ബർണാക്കിൾസ് വെയിൽസിൻ്റെ പുറത്താണ് കാണപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ ആർത്രോപോഡ് എവിടെയാണ് ജീവിക്കുന്നത്? വെയിലിൻ്റെ ശരീരത്തിലാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ബർണാക്കിളിന് പ്രഡേറ്ററിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടും. അതുപോലെ വെയിലിൻ്റെ പുറത്ത് ഫ്രീ ആയിട്ടുള്ളൊരു യാത്രയും ബർണാക്കിളിന് കിട്ടും. എന്നാൽ ഈ വെയിലിനെ കൊണ്ട് യാതൊരു ഗുണമോ ദോഷമോ ആർത്രോപോഡിനില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ കാറ്റിൽ എഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ. പുല്ലുമേഞ്ഞ് നടക്കുന്ന കന്നുകാലികളുടെ കൂടെ ചിലപ്പോൾ ചില കൊക്കുകളെ കാണാറുണ്ട്. ഈ കന്നുകാലികൾ പുല്ലിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ ചില ഇൻസെക്റ്റുകൾ പറന്നുയരുന്നത് കാണാം. അപ്പോൾ കൊക്കുകൾക്ക് ഈ ഇൻസെക്റ്റുകളെ പെട്ടെന്ന് ഭക്ഷണമാക്കാൻ സാധിക്കും. ഇനി നമുക്ക് കമൻസാലിസത്തിൽ ഒരു എക്സാമ്പിൾ കൂടി പഠിക്കാനുണ്ട്. സീ അനിമോണും ക്ലോൺ ഫിഷും തമ്മിലുള്ള റിലേഷൻ. നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഓർഗാനിസമാണ് സീ അനിമോൺ. ഈ സീ അനിമോണിന് ധാരാളം ടെൻഡക്കിൾസ് ഉണ്ട്. ഈ ടെൻഡക്കിളുകളുടെ ഇടയിൽ, ഈ സീ അനിമോണിൻ്റെ ടെൻഡക്കിളുകളുടെ ഇടയിൽ ഒരു ക്ലൗൺ ഫിഷ് ജീവിക്കുന്നുണ്ട്. എന്തിനായിരിക്കും ഈ സീ അനിമോണിൻ്റെ ടെൻഡക്കിളുടെ ഇടയിൽ ക്ലൗൺ ഫിഷ് ജീവിക്കുന്നത്? അവയുടെ പ്രഡേറ്ററിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അവയിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടെൻഡക്കിളുകളുടെ ഇടയിൽ ക്ലൗൺ ഫിഷ് ജീവിക്കുന്നത്. നെക്സ്റ്റ് ഇൻട്രാക്ഷൻ മ്യൂച്വലിസം. എന്താണ് മ്യൂച്വലിസം? An association of two species in which both species are benefited is called mutualism. രണ്ട് സ്പീഷീസുകൾക്കും പരസ്പരം ഗുണമുള്ള ഒരു റിലേഷനാണ് മ്യൂച്വലിസം. ഈ മ്യൂച്വലിസത്തിൽ വരുന്ന എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചതാണ്. അതിൽ രണ്ടെണ്ണം നമ്മൾ പഠിച്ചതാണ്, ലൈക്കൻസും മൈക്കോറൈസയും. അത് വീണ്ടും ഇവിടെ പറയുന്നില്ല, അത് നിങ്ങൾ നേരത്തെ പഠിച്ചത് വെച്ച് എഴുതിക്കോളുക. അതുപോലെ പ്ലാന്റ്സിനെ കൊണ്ട് അനിമൽസിനും അനിമൽസിനെ കൊണ്ട് പ്ലാന്റ്സിനും പരസ്പരം ഗുണമുണ്ട്. പ്ലാന്റ്സിനെ കൊണ്ട് അനിമൽസിനുള്ള ഗുണങ്ങൾ ഏതൊക്കെയാണ്? പ്ലാന്റ്സിൽ നിന്നും നെക്ടർ, അതുപോലെ ഫ്രൂട്ട്, സീഡ് ഇവയൊക്കെ അനിമൽസിന് കിട്ടുന്നു. അനിമൽസിനെ കൊണ്ട് പ്ലാന്റ്സിനുള്ള ഗുണങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, പോളിനേഷന് അനിമൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും ഡിസ്പേഴ്സലിനെയും ഈ അനിമൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഫിഗ് ട്രീയും അതുപോലെ വാസ്പും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണെന്ന് നോക്കാം. ഫിഗ് ട്രീ എന്ന് പറഞ്ഞാൽ അത്തിമരം, വാസ്പ എന്ന് പറഞ്ഞാൽ കടന്നലുകൾ. ഈ അത്തിമരത്തിൻ്റെ ഇൻഫ്ലോറസൻസ് ആണ് ഹൈപ്പാന്തോഡിയം ഇൻഫ്ലോറസൻസ്. ഫീമെയിൽ വാസ്പ് ഈ ഹൈപ്പാന്തോഡിയത്തിൽ മുട്ടയിടാൻ എത്തുന്നു. മുട്ടയിടാൻ വേണ്ടി ഫീമെയിൽ വാസ്പുകൾ ഈ ഫ്ലവറിൽ എത്തുമ്പോൾ അവയുടെ ബോഡിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പോളൻ ഗ്രെയിൻസ് വഴി പോളിനേഷൻ നടക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഫിഗ് ട്രീകളിൽ പോളിനേഷൻ നടത്തുന്നത് ഈ വാസ്പുകളാണ്. ഇതിന് പകരമായി ഫിഗ് ട്രീകൾ ഈ വാസ്പുകൾക്ക് എന്താണ് കൊടുക്കുന്നത്? പോളിനേഷൻ നടത്തുന്നതിന് പകരമായി ഫിഗ് ട്രീ അവയുടെ സീഡുകൾ ഈ വാസ്പുകളുടെ ലാർവകൾക്ക് ഭക്ഷണമായി നൽകുന്നു. ഇനി നമുക്ക് ഒഫ്രീസ് എന്ന ഓർക്കിഡും ബീസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഒഫ്രീസ് എന്ന ഓർക്കിഡിൽ പോളിനേഷനെ സഹായിക്കുന്നത് ബീസാണ്. ഈ ഓർക്കിഡിൻ്റെ ഒരു പെറ്റൽ കണ്ടാൽ ഒരു ഫീമെയിൽ ഹണി ബീയുമായി സാമ്യമുണ്ട്. എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ ഫീമെയിൽ ഹണി ബീ ആണെന്ന് തോന്നും.
ഈ പെറ്റലുകൾ ഫീമെയിൽ ഹണി ബി ആണെന്ന് കരുതി മെയിൽ ബി അവിടെ വന്ന് സ്യൂഡോ കോപ്പുലേഷൻ നടത്തുന്നു. ഇങ്ങനെ സ്യൂഡോ കോപ്പുലേഷൻ നടക്കുമ്പോൾ ഹണി ബിയുടെ ബോഡിയിൽ പോളൻ ഗ്രെയിൻസ് പറ്റിപ്പിടിക്കും. ഈ മെയിൽ ഹണി ബി മറ്റൊരു ഫ്ലവറിൽ ഇതുപോലെ സ്യൂഡോ കോപ്പുലേഷൻ നടത്തുമ്പോൾ ആ ഫ്ലവറിലേക്ക് അവയുടെ ബോഡിയിലുള്ള പോളൻ ഗ്രെയിൻസിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന ചാപ്റ്ററിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.